ആവർത്തിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ അവസാനത്തെ രൂപമാണ് കഴിഞ്ഞ ദിവസം ദേശയിലുണ്ടായ വലിയ സംഭവം. ഏതാണ്ട് 80ഓളം പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ടാണ് അച്ഛനെയും അതുപോലെ തന്നെ സ്റ്റേഷനെയുമൊക്കെ ആക്രമിക്കുന്നത്. ഫാദർ ലിജോയുമായി ഞാനിപ്പോൾ ഫോണിൽ സംസാരിക്കേണ്ട ഫോണിൽ അദ്ദേഹം പറഞ്ഞത് ബൈക്കെല്ലാം തല്ലി തകർത്ത് കൈക്കൊണ്ട പ്രയോഗങ്ങളാണ് അച്ഛന് കാര്യമായി വെച്ചത്. കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാരും അതുപോലെ മറ്റു പ്രവർത്തകരെയൊക്കെ ആക്രമിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടത് മുടീഷീത്തിൻ്റെ ഫാദർ ജോഷി മാത്യുവിനെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് ആക്രമിച്ചത്. പള്ളിയിൽ വീട്ടിൽ അന്ന് പള്ളിയിൽ വന്നിരുന്ന വിശ്വാസി സമൂഹത്തെയാണ് പോലീസ് അടിച്ചു ഓടിച്ച്. യഥാർത്ഥത്തിൽ പള്ളിക്ക് സംരക്ഷണം കൊടുക്കേണ്ട, അച്ഛന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് അക്രമികൾക്ക് സംരക്ഷണം കൊടുത്ത് വിശ്വാസികളെ അടിച്ചു ഓടിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിക്രൂരമായ സത്യം. അതിന്റെ ഫലമായി അന്ന് അവർ ജോഷി മാധ്യമോട് പറഞ്ഞത് വനാന്തരങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പലായനം ചെയ്ത് തിരിച്ചു വരാനുണ്ട്. ഇപ്പോൾ ഫാദർ ലിയോ സൂചിപ്പിച്ചതനുസരിച്ച് കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മർദ്ദനം അത്തരത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിലും അവര് വളരെ വേദനയോടുകൂടിയാണ് ഫാദർ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രാവശ്യം ഇടപെട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ആദ്യമുണ്ടായ സംഭവത്തിൽ എടുക്കാനുള്ള ഇടപെടൽ ഉണ്ടായത് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ചെയ്തു. ഈ വിഷയത്തിലും എല്ലാവർക്കും ഗവൺമെന്റിനെ ഈ സംഭവത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഈ കാര്യത്തിൽ ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണമെന്നുള്ളത് നമുക്കെതിരെ തുടർച്ചയായി